ഗ്രാമമേഖലകളിൽ BJPക്കും JDUവിനും വൻ മുന്നേറ്റം എന്ന പുതിയ വിവരം കൂടിയുണ്ട്. മിഥിലാഞ്ചൽ, സീമാഞ്ചൽ മേഖല ഉൾപ്പെടെ അതീവ വികസനം എത്താത്ത ഗ്രാമമേഖലകൾ ഉൾപ്പെടെ ഗ്രാമമേഖലകളിൽ BJPക്കും JDUവിനും വലിയ മുന്നേറ്റം, വൻ മുന്നേറ്റം എന്ന വിവരമാണിപ്പോൾ ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പലയിടത്തും പൂർത്തിയാകുമ്പോൾ വരുന്നത്. 1500-നും 2000-നും ഇടയിൽ വോട്ടിന് പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ ആദ്യ റൗണ്ടിൽ മുന്നിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ ഒന്നാം റൗണ്ടിൽ എടുത്തിട്ടുള്ള ലീഡ് തന്നെ 2000, 1725, 2559, 1949, 1583 ഇങ്ങനെ ആദ്യത്തെ 7 മണ്ഡലങ്ങളിലെ ലീഡ് നില തന്നെ വളരെ വളരെ പ്രകടമാണ്. അതായത് ഒരു തരംഗത്തിന്റെ സൂചന നമുക്ക് ബീഹാറിൽ കാണാം. ഔദ്യോഗികമായ ഫലസൂചനകളിൽ ഒരു തരംഗത്തിന്റെ സൂചന നമ്മളെ സംബന്ധിച്ച് കാണാം. അങ്ങനെയാണ് എങ്കിൽ ഇത് ഈ നമ്പറിൽ നിൽക്കില്ല. വലിയ തിരിച്ചടി അവിടെ മഹാഗഠബന്ധനെ കാത്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരുപക്ഷെ കോൺഗ്രസിനോ RJDക്കോ മനസ്സിലാവാത്ത മനോജ്, ഇപ്പോൾ ഗ്രാമമേഖലകളിൽ ഒന്നാം റൗണ്ടിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 1500-നും 2000-നും ഇടയിൽ പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ട്രെൻഡ് തന്നെയല്ലേ? ഈ ഗ്രാമ മേഖലകൾ തന്നെയല്ലേ നിശ്ചയിക്കുക? തീർച്ചയായിട്ടും രതീഷ്, 99% എന്ന് പറയാം. ആ 99% ഗ്രാമങ്ങളാണ് ബീഹാറിൻ്റെ പിന്നെ മുഖമുദ്ര. ഗ്രാമങ്ങളാണ് പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന ട്രെൻഡ് നിലനിൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സീമാഞ്ചൽ പോലുള്ള മേഖല, മിഥിലാഞ്ചൽ, സീമാഞ്ചൽ തുടങ്ങിയിട്ടുള്ള മേഖലകൾ പരിപൂർണമായിട്ടും ഗ്രാമപ്രദേശങ്ങളാണ്, ഉൾനാടൻ പ്രദേശങ്ങളാണ്. ഇവിടെയുള്ള രാഷ്ട്രീയം, ഇവിടെയുള്ള ജാതിഘടന ഇത് തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായിട്ട് അവിടുത്തെ മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അത് നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയം, നിതീഷ് കുമാറിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിട്ടുള്ള നിതീഷ് കുമാർ സാമൂഹിക ഘടന ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിന് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് പിന്നെ അവകാശപ്പെടാനുള്ളത്. അതുപോലെ തന്നെ നിതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നേതാവിൻ്റെ പ്രഭാവം തീർച്ചയായിട്ടും ഒരുപക്ഷെ പിന്നെ BJPക്കോ അല്ലെങ്കിൽ മറ്റ് മുന്നണികൾക്കോ പിന്നെ തടഞ്ഞു വയ്ക്കാനാവാത്ത വിധം അല്ലെങ്കിൽ ഒഴിവാക്കാനാവാത്ത വിധം വലിയ വ്യക്തിപ്രഭാവം താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിനിടയിലും നിതീഷ് കുമാർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പരിഷ്കൃത സമൂഹത്തിനോട് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തിപരമായ ആക്രമണം ഇക്കുറി നിതീഷ് കുമാറിനെതിരെ ഉണ്ടായെങ്കിൽ പോലും താഴെത്തട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും നിതീഷ് കുമാർ അവിടെ ക്രമസമാധാനം കൊണ്ടുവന്ന അല്ലെങ്കിൽ വികസനം കൊണ്ടുവന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. മാത്രമല്ല റാലികളിലൊക്കെ തന്നെ സ്ത്രീകളുടെ വമ്പിച്ച സാന്നിധ്യം നിതീഷ് കുമാറിൻ്റെ റാലികളിൽ കുറി ദൃശ്യമായിരുന്നു. കാരണം സോഷ്യൽ എഞ്ചിനീയറിനൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകൾക്കുള്ള ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ 2010 മുതൽ ചേർത്ത് നിർത്താനുള്ള നിതീഷ് കുമാറിൻ്റെ ശ്രമങ്ങളുടെ വിജയത്തിൻ്റെ തുടർച്ചയാണ് 2020-ലും 2025-ലും ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിജയത്തിൽ BJPക്കായിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ സീറ്റ് നിലയെങ്കിൽ പോലും നിതീഷ് കുമാർ എന്ന് പറയുന്ന ഏക മുഖമാണ് NDA നയിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രചരണ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണം നയിച്ചെങ്കിൽ പോലും സംസ്ഥാനത്തിനകത്ത് ഇപ്പോഴും ജനപ്രിയതയുള്ള അല്ലെങ്കിൽ പിന്നെ പക്വതയുള്ള അല്ലെങ്കിൽ പിന്നെ നയിക്കാൻ പ്രാപ്തിയുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഭരണപ്രാപ്തിയുള്ള ഒരു നേതാവായിട്ട് ഇപ്പോഴും ജനങ്ങൾ കാണുന്നത് നിതീഷ് കുമാറിന് തന്നെയാണ്. നിതീഷ് കുമാറിന്റെ ഗ്രാഫ് കുറി താഴും എന്നൊരു വലിയ പ്രചരണം പിന്നെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വാസ്തവത്തിൽ ആ പ്രചരണം ഒരു സിമ്പതി ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു അനുകൂല ഘടകമായിട്ട് നിതീഷ് കുമാറിനെ തുണച്ചു എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നമുക്ക് തീർച്ചയായും അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ലീഡുള്ളത് പട്ന സാഹിബ് മണ്ഡലത്തിലാണ്. അവിടെ ശശാന്ത് ശേഖർ 3998 വോട്ടുകൾക്ക്, അതായത് 4000 വോട്ടുകൾക്ക് പട്ന സാഹിബിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. വിക്രം മണ്ഡലത്തിൽ അനിൽകുമാർ 1436 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഛൻപാറ്റിയയിൽ 1112 വോട്ടുകൾക്ക് അഭിഷേക് രഞ്ജൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാഗ മണ്ഡലത്തിൽ 387 വോട്ടുകൾക്ക് മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായ ഫലസൂചന അനുസരിച്ച് 33 BJPയും 24 ജനതാദൾ യുണൈറ്റഡും ലീഡ് ചെയ്യുമ്പോൾ 20 RJDയും 8 ലോക് ജനശക്തി പാർട്ടിയും 5 INCയും 2 HAMഉം 1 AIMIMഉം ലീഡ് ചെയ്യുകയാണ്. CPIMLന്റെ സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിലാണ് ലീഡ് ചെയ്യുന്നത്. ഇങ്ങനെ 150 സീറ്റിൽ NDA, 151 സീറ്റിൽ NDAയും അതുപോലെ തന്നെ 71 മഹാഗഠബന്ധനും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കക്ഷിനില. ലീഡ് നില പരിശോധിച്ചാൽ വലിയ മുൻതൂക്കം പലയിടത്തും BJP സ്ഥാനാർത്ഥികൾക്ക് കാണാം. ബംഗാൾ ബോർഡറിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ AIMIയുടെ ഒരു സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. അവരാ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മണ്ഡലം
മിഥിലാഞ്ചൽ മേഖലയിലാണ്, ബൽറാംപൂരിലാണ്. അവിടെ മുഹമ്മദ് ആദിൽ ഹസൻ ലീഡ് ചെയ്യുന്നു. ഏക സീറ്റിലാണ് ഇപ്പോൾ മജ്ലിസ് പാർട്ടി ലീഡ് ചെയ്യുന്നത്. നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട മേഖലയിലാണ്. പക്ഷേ കഴിഞ്ഞ തവണ 5 സീറ്റുകളിൽ ഈ മേഖലയിൽ വിജയമുണ്ടായിരുന്നു. മറ്റിടത്തെ ഫലസൂചനകൾ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബൽറാംപൂരിൽ മജ്ലിസ് പാർട്ടി ലീഡ് ചെയ്യുന്നു എന്നതടക്കമുള്ള പുതിയ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. കോൺഗ്രസ് സംബന്ധിച്ച് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചത് തന്നെ വിക്രം സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം ലഖീസരായിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ അംരേഷ് കുമാർ ലീഡ് ചെയ്യുന്നു എന്നടക്കമുള്ള പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ കൂടുതൽ ഔദ്യോഗിക സ്വഭാവം ഈ വോട്ടെണ്ണലിന് കൈവരികയാണ്. ഇതുവരെ ബീഹാറിലെ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ, ഏജൻസികൾ നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ ഉദ്ധരിച്ചിരുന്നത്. 152-71 എന്നത് അത്തരത്തിലുള്ള വിവരമാണ്. ഇരട്ടിയിലധികം സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുകയാണ്. 71 മാത്രമാണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത്. ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുന്ന ഒഫീഷ്യൽ വിവരങ്ങളും ഈ ഡേറ്റകളെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടി BJP 33 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്ന വിവരം. ജനതാദൾ യുണൈറ്റഡ് JDU 24 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. രാഷ്ട്രീയ ജനതാദൾ RJD 20 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. 5 മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ചിരാഗ് പാസ്വാന്റെ LJP ലീഡ് ചെയ്യുന്നത് 8 സീറ്റുകളിലാണ്. അതായത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് 5 സീറ്റുകളിലാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി 8 സീറ്റുകളിൽ, LJP 8 സീറ്റുകളിൽ, LJP രാംവിലാസ് 8 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ 33, 24, 20 ഈ വിവരങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ബീഹാറിന്റെ മനസ്സ് എങ്ങോട്ട് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരികയാണ്. ഔദ്യോഗികമായ വിവരങ്ങളാണ് ഇപ്പോൾ വോട്ടെണ്ണൽ 2ാം മണിക്കൂർ പൂർത്തീകരിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പങ്കുവയ്ക്കുന്നത്. 155 ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം ലീഡ് ചെയ്യുകയാണ്. വലിയൊരു വിജയത്തിലേക്ക് NDA പോകുന്നു. മഹാഗഡ്ബന്ധൻ 72 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൻ സുരാജ് പാർട്ടി 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള കൗതുകകരമായ കണക്കുമുണ്ട്. മറ്റുള്ളവർ 5 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. വലിയൊരു വിജയത്തിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം നീങ്ങുകയാണ്. 155 NDA, 72 മഹാഗഡ്ബന്ധനിൽ കോൺഗ്രസിന്റെ പ്രകടനം തീർത്തും മോശമായി പോയപ്പോൾ മറുവശത്ത് NDAയിൽ 78 സീറ്റുമായി BJP ആണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത്. 66 സീറ്റിലാണ് JDU സ്ഥാനാർത്ഥികൾ മുമ്പിൽ. 101 സീറ്റുകളിൽ വീതമായിരുന്നു JDUവും BJPയും മത്സരിച്ചത്. 101 സീറ്റിൽ മത്സരിച്ച BJP 78 ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണുള്ളത്. 66 അവിടെ JDU ലീഡ് ചെയ്യുന്നത്. 78 BJP, 66 JDU, LJP 8, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച 2, RLM 1 എന്നുള്ളതാണ് BJPയുടെ NDAയുടെ കക്ഷിനില. അതായത് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ ഒരുങ്ങുകയാണ്. മിന്നുന്ന വിജയം. 78 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു BJP. മറുവശത്ത് RJD ഒറ്റയ്ക്കാണ്.